നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലം. അത് ഇടവക്കൂറുകാരുടെ വിഷുഫലമാണ് പറയുന്നത്. കൂറുഫലമാണ്. അപ്പൊ ഇടവക്കൂറുകാരുടെ വിഷുഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. സാധാരണ അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 15 വിഷു. അപ്പോ ചൊവ്വാഴ്ച ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് 9:34 ഈ സംക്രമ സമയം സൂര്യൻ സംക്രമിക്കുന്നത് മേടൻ രാശിയിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അത് പിറ്റേ വിഷു ഏപ്രിൽ 15 മാറ്റിയത്. അപ്പൊ ഈ സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സംക്രമ സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായാണ് വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് ശൂലമെന്നും ഒന്ന് ഷഡ്ഗമെന്നും. അപ്പൊ അതിൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രങ്ങൾക്ക് വളരെ ഗുണകരമാണ് ഈ വിഷുഫലം. എന്നാൽ ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. അപ്പോൾ 2026 ഇടവക്കൂറുകാരുടെ വിഷുഫലം ഇവർക്ക് ഭാഗ്യമോ അല്ലെങ്കിൽ നിർഭാഗ്യമാണോ തരുന്നത് എന്ന് നമുക്ക് നോക്കാം. പഞ്ചാംഗ വിധി പ്രകാരം സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് കാർത്തിക രോഹിണി നക്ഷത്രക്കാർ ഷഡ്ഗത്തിലും മകീര നക്ഷത്രം മധ്യശൂലത്തിലുമാണ് വരുന്നത്. അപ്പോ കാർത്തികക്കാർക്ക് രോഹിണിക്കാർക്കും ഗുണാനുഭവങ്ങളും മകീര നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങളുമാണ് ഈ വിഷുഫലമായി ഉണ്ടാകുന്നത്. എല്ലാ കാര്യവും ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം മൊത്തത്തിൽ നോക്കിയാൽ പൊതുവായി എടുത്താൽ നല്ല ഫലങ്ങളും അതോടൊപ്പം ചില ദോഷഫലങ്ങളും അടങ്ങിയ സമ്മിശ്രമായാണ് കാണുന്നത്. അതായത് കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും അതേസമയം മകീര നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വരുന്നത്. ഷഡ്ഗത്തിൽ വരുന്ന കാർത്തികക്കും രോഹിണിക്കും സൽകീർത്തിയും സകലമാന ഗുണങ്ങളും പ്രവൃത്തി ഗുണങ്ങളും അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ മകീര നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബന്ധുനാശവും സ്വജന വിരോധവും അതുകൂടാതെ മനക്ലേശവും അവർക്ക് ഉണ്ടാകുന്നതാണ്. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ ദോഷങ്ങളും ഉണ്ടാവും ഗുണങ്ങളും ഉണ്ടാവും, ഇല്ലേ? ഓരോ കൂറുകാർക്കും ഗുണങ്ങൾ മാത്രമാണ് ഈ വിഷുഫലമായിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അത് നേരല്ല. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ഗുണകരമായി മാറുകയും ഇല്ല. അപ്പോൾ ഇവിടെ ഈ മേടക്കൂറിൽ വരുന്ന ഞാൻ പറഞ്ഞ ഈ 2 നക്ഷത്രക്കാർക്ക് ഗുണവും 1 നക്ഷത്രത്തിന് ദോഷവുമാണ് കാണുന്നത്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഇവർക്കുണ്ടാവുന്നത്.
ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവർ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും നടത്താനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നേടിയെടുക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു വിഷുഫലമായിരിക്കും ഇവരെ സംബന്ധിച്ച്. എന്നാൽ മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ആഗ്രഹിച്ച പോലെയുള്ള ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സമയം കൂടിയാണ്. പലവിധ തടസ്സങ്ങളും ഈ മകര നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. അവര് ഉദ്ദേശിച്ച് ഇപ്പൊ തന്നെ നടക്കുമെന്ന് വിചാരിച്ച് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങൾ അവർക്ക് അത് തടസ്സമായി വരികയും അതിൽ ഇവർക്ക് വിഘ്നങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അപ്പൊ പരമാവധി ഈ മകര നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ അവർ ചെയ്യേണ്ടത് ദശാനാഥനെ, മകര നക്ഷത്രക്കാർ അവരുടെ ഇപ്പോഴത്തെ ദശാനാഥന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുകയും കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ഇടവക്കൂറുകാരായ മകര നക്ഷത്രക്കാരുടെ ഈ വിഷുഫലത്തിന്റെ ദോഷാനുഭവങ്ങളിൽ നിന്നും അവർക്ക് മുക്തി കിട്ടുന്നതാണ്. അപ്പൊ ഇടവക്കൂറിൽ വരുന്ന 2 നക്ഷത്രക്കാർക്ക് ഗുണവും 1 നക്ഷത്രത്തിന് മാത്രം ദോഷവുമാണ് ഈ വിഷുഫലമായി ഉണ്ടാകുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.